ഈ എപ്പിസോഡിൽ വിവിധ അസറ്റ് ക്ലാസുകൾ പ്രയോജനപ്പെടുത്തി ഒരു വ്യക്തിയുടെ സാമ്പത്തിക അടിത്തറ എങ്ങനെ ശക്തിപ്പെടുത്താം തുടങ്ങിയ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു കാര്യം ആദ്യം തിരിച്ചറിയേണ്ടത് നേർവഴിക്ക് സമ്പത്ത് സൃഷ്ടിക്കാൻ കുറുക്കുവഴികളൊന്നുമില്ല എന്നതാണ്. സമ്പത്ത് കെട്ടിപ്പടുക്കുന്നതിന് സമയവും പരിശ്രമവും അച്ചടക്കവും ആവശ്യമാണ്. ദീർഘകാലത്തേക്ക് സമ്പത്ത് കെട്ടിപ്പടുക്കുവാനും സംരക്ഷിക്കുവാനും ആരെയും സഹായിക്കുന്ന തന്ത്രങ്ങളുണ്ട് എന്നതാണ് വലിയ ആശ്വാസം. എത്ര നേരത്തെ നിങ്ങൾ ഇവ പ്രാവർത്തികമാക്കാൻ തുടങ്ങുന്നുവോ അത്രയും നിങ്ങളുടെ വിജയസാധ്യതകൾ മെച്ചപ്പെടുന്നു എന്നതാണ് വസ്തുത. സമ്പാദ്യശീലം വളരെ ചെറുപ്പത്തിൽ തന്നെ തുടർന്ന് പോരേണ്ട ഒരു പ്രക്രിയയാണ്. ഉദാഹരണത്തിന്, പറ്റിപ്പോയ അബദ്ധങ്ങളെ മുൻനിർത്തി വളർന്നു വരുന്ന തലമുറയിലെ കുട്ടികൾക്ക് ചെറുപ്പം മുതൽ തന്നെ സമ്പാദ്യശീലത്തെക്കുറിച്ചുള്ള അറിവുകൾ പകർന്നു നൽകുക തന്നെ വേണം. അവരെ ഇൻഷുറൻസ് പരിരക്ഷകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് പഠിപ്പിക്കുകയും ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ പ്രാപ്തരാക്കുക, കടക്കെണിയിൽ പെട്ടുപോകുന്ന സാഹചര്യങ്ങളെ എങ്ങനെ അതിജീവിക്കാം, സമ്പാദിക്കുന്ന തുക എത്ര കുറഞ്ഞതാണെങ്കിലും അതിൽ നിന്ന് മിച്ചം പിടിച്ച് നിക്ഷേപിക്കുന്നത് എങ്ങനെയെന്നും നികുതികളുടെ ഭാരവും എന്നാൽ അവ മുടങ്ങാതെ അടയ്ക്കേണ്ടതിന്റെ ഉത്തരവാദിത്വങ്ങളും ബോധ്യപ്പെടുത്തുക എന്നിവയുൾപ്പെടെ സമ്പത്ത് കെട്ടിപ്പടുക്കുന്നതിനുള്ള നിരവധി പ്രധാന തത്വങ്ങൾ പഠിപ്പിക്കേണ്ടതാണ്. ഈ തത്വങ്ങൾ ഓരോന്നും സൂക്ഷ്മമായി വരുന്ന എപ്പിസോഡുകളിൽ പരിശോധിക്കാം. നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ അവ എങ്ങനെ സഹായിക്കും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വിശദമായി ഉണ്ടാകും. സാമ്പത്തികമായി മുന്നേറാൻ ആദ്യമായി കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇതിനായി കാലക്രമേണ സമ്പത്ത് കെട്ടിപ്പടുക്കുന്നതിന് എങ്ങനെ ബുദ്ധിപൂർവം നിക്ഷേപിക്കാമെന്നും ആസ്തികൾ സംരക്ഷിക്കാമെന്നും കടം കൈകാര്യം ചെയ്യാമെന്നും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി പറയുന്ന 3 കാര്യങ്ങൾ സമ്പത്തിലേക്കുള്ള വഴികാട്ടിയാണ്. നിങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ ആവശ്യമായ പണം സമ്പാദിക്കുക എന്നതാണ് ആദ്യപടി. അതിൽ നിന്നും എത്ര കുറഞ്ഞ തുകയായാലും കുറച്ച് നിക്ഷേപത്തിനായി മാറ്റിവെക്കുക. അവരവരുടെ സമ്പാദ്യത്തിൽ നിന്നും നിക്ഷേപത്തിന് മാറ്റുവാനായി തുക തികയുന്നില്ല എന്ന് തോന്നുന്നുവെങ്കിൽ നിക്ഷേപത്തിനായി കണക്ക് കൂട്ടിയിരിക്കുന്ന തുക ആദ്യം മാറ്റിവെച്ചതിന് ശേഷം ബാക്കി ചിലവിലേക്കായി നീക്കിവെക്കുക എന്നത് ഫലപ്രദമായ തന്ത്രമാണ്. രണ്ടാമതായി, ശക്തമായ സാമ്പത്തിക അടിത്തറ സൃഷ്ടിക്കുന്നതിന് നിങ്ങളുടെ വ്യക്തിഗത ലക്ഷ്യങ്ങൾ പരിഗണിക്കുക. ഇതിൽ നിങ്ങളുടെയും കുടുംബത്തിൻ്റെയും ആരോഗ്യം, മറ്റ് ചികിത്സാ ചിലവുകൾ, ഒരു വീട്, വിരമിക്കൽ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള നിക്ഷേപം, നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം, വിവാഹം എന്നിവ ഉൾപ്പെടുത്താം. മൂന്നാമതായി, അസറ്റ് ഡൈവേഴ്സിഫിക്കേഷൻ അഥവാ വൈവിധ്യവൽക്കരണമാണ്. നിങ്ങളുടെ നിക്ഷേപങ്ങൾ ഒരു അസറ്റിൽ മാത്രം ഒതുക്കാതെ വൈവിധ്യവൽക്കരിക്കുന്നത് വിപണിയിലെ മാന്ദ്യങ്ങളിൽ നിന്ന് നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യത്തെ സംരക്ഷിക്കാൻ സഹായിക്കും. വൈവിധ്യവൽക്കരണം എന്താണെന്നും ഏതെല്ലാം അസറ്റ് ക്ലാസുകളിൽ നിക്ഷേപിക്കണമെന്നുമുള്ള കാര്യങ്ങളെല്ലാം വരുന്ന എപ്പിസോഡുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും. ഇനി സമ്പത്ത് സൃഷ്ടിക്കുന്നതിലേക്കുള്ള ആദ്യ പടിയായി പണം സമ്പാദിക്കുന്നത് എങ്ങനെയെന്നും മറ്റുമുള്ള കാര്യങ്ങൾ പരിശോധിക്കാം. പൊതുവായി വരുമാനം 2 തരത്തിലാണ് നിർവചിച്ചിട്ടുള്ളത്. ഇതിൽ ആദ്യത്തേത് ആക്റ്റീവ് ഇൻകവും മറ്റൊന്ന് പാസീവ് ഇൻകവുമാണ്. ഇതിൽ നമ്മൾ അധ്വാനത്തിലൂടെ ഉപജീവനത്തിനായി കണ്ടെത്തുന്ന സമ്പാദ്യത്തെയാണ് ആക്റ്റീവ് ഇൻകമായി കണക്കാക്കപ്പെടുന്നത്. നിക്ഷേപങ്ങളിൽ നിന്നും മറ്റ് ആസ്തികളിൽ നിന്നും വാടക പോലുള്ള വരുമാനങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന സമ്പാദ്യത്തെയാണ് പാസീവ് ഇൻകത്തിന് കീഴിൽപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, നിക്ഷേപം ആരംഭിക്കുന്നതിന് ആവശ്യമായ പണം സമ്പാദിക്കുന്നത് വരെ ഒരാൾക്ക് പാസീവ് ഇൻകം അഥവാ നിഷ്ക്രിയ ആസ്തിയിൽ നിന്നുമുള്ള വരുമാനം ഉണ്ടാകില്ല എന്നതാണ്. ഉദാഹരണത്തിന്, ഒരാളുടെ സമ്പാദ്യത്തിൽ നിന്നും മിച്ചം പിടിക്കുന്ന തുക കൊണ്ട് നിക്ഷേപം തുടങ്ങുകയും ആ നിക്ഷേപത്തിൽ നിന്നുമുള്ള വരുമാനത്തെയുമാണ് പാസീവ് ഇൻകം എന്ന് പറയുന്നത്. മറ്റൊരു ഉദാഹരണം, സമ്പാദ്യത്തിൽ നിന്നും നീക്കിവെച്ച തുക കൊണ്ട് ഒരു വസ്തു വാങ്ങി എന്നിരിക്കട്ടെ. അത് വീടോ കടമുറിയോ കൃഷിസ്ഥലമോ എന്തുമാവട്ടെ. ഈ വസ്തുവകകളിൽ നിന്നും വാടക ഇനത്തിലോ മറ്റ് ആദായങ്ങളിലൂടെയോ ലഭിക്കുന്ന വരുമാനത്തെയും പാസീവ് ഇൻകമായാണ് കണക്കാക്കപ്പെടുന്നത്. ചുരുക്കി പറഞ്ഞാൽ, അധ്വാനിച്ചുണ്ടാക്കുന്ന വരുമാനത്തിൽ നിന്നും ചെറിയ തുകയാണെങ്കിലും മിച്ചം പിടിക്കുന്നത് കൊണ്ട് വീണ്ടും നിക്ഷേപിക്കുമ്പോൾ നിക്ഷേപിക്കുന്ന ആളുടെ സമ്പാദ്യം അവർ അറിയാതെ തന്നെ വളരുന്നു. അതുകൊണ്ട് ഈ 2 രീതിയിലുമുള്ള വരുമാന സ്രോതസ്സുകളും, അതായത് ആക്റ്റീവ് ഇൻകവും പാസീവ് ഇൻകവും, ഒരു വ്യക്തിയുടെ സമ്പാദ്യം വളരാൻ വളരെ അത്യന്താപേക്ഷിതമാണെന്നാണ് പല വിദഗ്ധരും പറയുന്നത്. നമ്മൾ ഉണർന്നെഴുന്നേറ്റതിന് ശേഷം അധ്വാനിച്ചുണ്ടാക്കുന്ന സമ്പാദ്യം ആക്റ്റീവ് ഇൻകം ആണെങ്കിൽ, ഉറങ്ങുമ്പോഴും നമ്മളുടെ സമ്പാദ്യം വളർത്താൻ സഹായിക്കുന്ന ഒന്നാണ് പാസീവ് ഇൻകം. അടുത്ത വീഡിയോയിൽ
വരുമാനം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചും സമ്പാദ്യത്തിൽ നിന്നും എത്ര ശതമാനം തുക നിക്ഷേപത്തിനായി മാറ്റിവെക്കാം തുടങ്ങിയ കാര്യങ്ങളും വരുന്നതായിരിക്കും. കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോകൾക്കായി ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.